പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ പ്രധാനമന്ത്രിയായ ശേഷമുള്ള മൂന്നാം ടേമിൽ പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ സന്ദർശനമാണ് പ്രധാനമന്ത്രിയുടേത്. പ്രധാനമന്ത്രി ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യം ഒപ്പുവെച്ച കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 17ാം ഗഡു കർഷകരുടെ അക്കൌണ്ടിലേക്ക് കൈമാറും. മെഹന്ദിഗഞ്ചിൽ 21 കർഷകരുമായി മോദി ചർച്ച നടത്തും. കർഷകർ പങ്കെടുക്കുന്ന റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനം നടത്തുന്ന മോദി ഗംഗാ ആരതിയിലും പങ്കെടുക്കും. സുബി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുകയാണ്. സുബി, വാരണാസിയിൽ മൂന്നാം ടേമിൽ പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം പ്രധാനമന്ത്രി ആദ്യമായി എത്തുകയാണ് സ്വന്തം മണ്ഡലത്തിൽ. അവിടെ വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തിന് ഇടിവൊക്കെ സംഭവിച്ചിരുന്നു. പക്ഷേ അതിനുശേഷവും പ്രധാനമന്ത്രി എത്തുമ്പോൾ കർഷകർക്കൊപ്പം നിൽക്കുന്നു. അത്തരം പദ്ധതികളും പരിപാടികളുമാണ് ഇന്ന് ഏറെയുമുള്ളത്. എന്താണ് അദ്ദേഹത്തിന്റെ സന്ദർശന ലക്ഷ്യം, പരിപാടികൾ, വിശദാംശങ്ങൾ? രേണുക, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി വാരാണസിയിൽ എത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിരുന്നു മോദി കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയത് എങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മൂന്നാം തവണയും അധികാരത്തിലേറിയ ശേഷമാണ് നരേന്ദ്രമോദി ഇപ്പോൾ വാരാണസിയിൽ എത്തിയിരിക്കുന്നത്. വിവിധ പരിപാടികളാണ് അദ്ദേഹത്തിന് അവിടെ വേണ്ടി നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് കർഷകരുമായുള്ള കൂടിക്കാഴ്ചയാണ്. ഒപ്പം തന്നെ ഗംഗാ ആരതിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ അദ്ദേഹം പൂജകൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ വിവിധ പരിപാടികളാണ് നരേന്ദ്രമോദിക്ക് ഇവിടെ ഉള്ളത് എന്ന് തന്നെ നമുക്ക് പറയാം. ഉത്തർപ്രദേശ് നമുക്കറിയാം, ഉത്തർപ്രദേശിൽ വലിയ തകർച്ചയാണ് BJPക്ക് ഉണ്ടായതെങ്കിൽ അത് പരിഹരിക്കുക എന്നൊരു ലക്ഷ്യം കൂടെ മോദിക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും നരേന്ദ്രമോദി ഇപ്പോൾ നരേന്ദ്രമോദി ഇപ്പോൾ വാരാണസിയിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം കർഷകരുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 17ാം ഗഡു പ്രധാനമന്ത്രി കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറും. പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി ഒപ്പുവെച്ച ഫയലാണ് ഈ കിസാൻ സമ്മാൻ നിധി. അതിലേക്ക് പ്രധാനമന്ത്രി എത്തും. മെഹന്ദിഗഞ്ചിൽ 21 കർഷകരുമായി നേരിട്ട് ചർച്ചകൾ നടത്തും എന്നും പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ കർഷക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം പ്രധാനമന്ത്രി വീക്ഷിക്കും. കൃഷി സഖി പദ്ധതിയുടെ ഭാഗമായ കിഴക്കൻ ഉത്തർപ്രദേശിൽ നിന്നുള്ള 5 വനിതാ കർഷകർ അടക്കമുള്ളവർക്ക് പ്രധാനമന്ത്രി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. 50,000 കർഷകർ പങ്കെടുക്കുന്ന റാലിയെ അഭിസംബോധന ചെയ്യും. അതിനുശേഷമാണ് അദ്ദേഹം ഈ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കും ഗംഗാ ആരതിയിലേക്കും കടക്കുന്നത്. ആദ്യം ഗംഗാ ആരതിയാണ് 7 മണിയോടുകൂടി. അതിനുശേഷമാണ് അദ്ദേഹം കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ എത്തുക. 8 മണിക്കാണ് അവിടെ പൂജകൾ തീരുമാനിച്ചിരിക്കുന്നത്. രേണുക, തീർച്ചയായും എന്തായാലും കർഷക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം അവിടെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിനൊപ്പം അവിടെ ഉണ്ട്. കിസാൻ സമ്മാൻ നിധിയാണ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം പ്രധാനമന്ത്രി ആദ്യം ഒപ്പുവെച്ചത്. അതിന്റെ വിതരണം ഉൾപ്പെടെയുള്ള ചടങ്ങുകളാണ് അവിടെ നടക്കാൻ പോകുന്നത്. മോദി ഇന്ന് ക്ഷേത്ര ദർശനവും നടത്തുന്നുണ്ട്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ അതിനുള്ളത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അദ്ദേഹം ദർശനം നടത്തും. മൂന്നാം തവണയും പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള മോദിയുടെ വാരണാസിയിലേക്കുള്ള ആദ്യ വരവിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. സുവി വിശ്വനാഥ് തുടരുന്നുണ്ട്. സുവി, അത്തരം പ്രതീക്ഷകൾ ഉണ്ട്. അദ്ദേഹം മൂന്നാം തവണയും പ്രധാനമന്ത്രിയായതിനു ശേഷം ആദ്യമായി മണ്ഡലത്തിലെത്തുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ എന്തെങ്കിലും പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. അതിനുള്ള സാധ്യത എത്രമാത്രമാണ്? രേണുക, മൂന്നാം തവണയും അധികാരത്തിലേറിയ ശേഷം മോദി വാരാണസിയിലെത്തുമ്പോൾ അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് മോദി ആദ്യം ഒപ്പുവെച്ച ഫയൽ അതായത് കർഷകർക്കുള്ള ഫയലാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമന്ത്രി നടത്തുന്നത്. പ്രധാനമായും കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 17ാം ഗഡു കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം. ആ ഒരു ഫയലുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളിലേക്കായിരിക്കും പ്രധാനമന്ത്രി ആദ്യഘട്ടത്തിൽ കടക്കുക എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും കർഷകർക്കുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങൾ എന്തെങ്കിലും മോദി ഇവിടെ നടത്താനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ്
മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും വാരാണസിയുടെ വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളിലേക്ക് മോദി കടക്കുക. ഏതായാലും സ്വാഭാവികമായും കർഷകരെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇന്ന് വാരാണസിയിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കർഷക സമരം അടിച്ചമർത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഇപ്പോൾ വരുന്നു. അതെല്ലാം തന്നെ പരിഹരിക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് മോദി എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ BJP കഴിഞ്ഞ തവണ, അതായത് ബജറ്റിൽ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് 4 വിഭാഗങ്ങളെ മുൻനിർത്തിയായിരിക്കും വികസനത്തിന് ഊന്നൽ നൽകുക എന്നായിരുന്നു മോദി പറഞ്ഞിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കർഷകർ, അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ടവർ, സ്ത്രീകൾ ഉൾപ്പെടെ, യുവാക്കൾ ഉൾപ്പെടെ 4 പേരെയാണ് കൂടുതലായി പരിഗണിക്കുക എന്ന് പറഞ്ഞിരുന്നു. സ്വാഭാവികമായും കർഷകരെ ആദ്യഘട്ടത്തിൽ തന്നെ പരിഗണിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ പരിപാടികളിലേക്കാണ് മോദി ആദ്യം കടക്കുന്നത്. കിസാൻ സമ്മാൻ നിധിയുടെ തുക കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുന്നു. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കർഷകരെ കാണുന്നുണ്ട്, കർഷക സ്ത്രീകളെയും അദ്ദേഹം കാണുന്നുണ്ട്. മെഹന്ദിഗഞ്ചിലാണ് ഈ പരിപാടികൾ സംഘടിക്കപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം. രേണുക. സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രധാനമന്ത്രിയായി മൂന്നാമതും അധികാരത്തിലെത്തിയതിനു ശേഷം സ്വന്തം മണ്ഡലത്തിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ സന്ദർശനമാണ്. കർഷകരുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളാണ് അധികവും. അതിനുശേഷം ക്ഷേത്ര ദർശനം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഉണ്ട്. ഗംഗാ ആരതിയിലും അദ്ദേഹം പങ്കെടുക്കും.